ഹായ് ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ ടൂട്സ് ട്രിവിയൻ. വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ. മച്ചന്മാരെ, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ഇൻസ്റ്റാഗ്രാമിൽ ഫോളോവേഴ്സ് കുറവാണ്, ലൈക്ക് കുറവാണ്, അങ്ങനെയുള്ള എല്ലാവർക്കും ഓരോരോ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതിനൊരു സൊല്യൂഷനായിട്ടാണ് ഞാൻ ഇന്ന് വന്നേക്കുന്നത്. നമ്മുടെ പ്ലേ സ്റ്റോറിൽ ഒരു ആപ്ലിക്കേഷനുണ്ട്. നമുക്ക് എന്തായാലും അധികം പറഞ്ഞു തീർപ്പിക്കാതെ നേരെ വീഡിയോയിലോട്ട് പോകാം. ഓക്കെ മച്ചന്മാരെ, അപ്പം നേരെ പ്ലേ സ്റ്റോറിലോട്ട് പോവുക. പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം സെർച്ച് ബാർ എടുത്തിട്ട് മല്ലു ഫോളോ എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യുക. അപ്പോൾ ഇതേപോലൊരു ആപ്ലിക്കേഷൻ്റെ പടമെല്ലാം നോക്കി വെച്ചേക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ അതിനുശേഷം മല്ലു ഫോളോ എന്നാണ് ഈ ഒരു ഐക്കണെല്ലാം നോക്കി വെച്ചേക്കണം. അതിനുശേഷം അത് ഇൻസ്റ്റാൾ ചെയ്യുക. ഞാനിപ്പോൾ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിലൊരു നേരെ ഓപ്പൺ ചെയ്യാൻ പോവുകയാണ്. ഓപ്പൺ ചെയ്തു. ഓപ്പൺ ചെയ്തതിന് ശേഷം ഇങ്ങനൊരു ഇതായിരിക്കും വരുന്നത്. അതൊന്ന് ലോഡാകുമെന്ന് വെയിറ്റ് ചെയ്യുക. അതൊന്ന് ലോഡായതിനു ശേഷം മച്ചന്മാരെ ആപ്ലിക്കേഷൻ അങ്ങനെ ഓൺ ആയിട്ടുണ്ട്. അതിനുശേഷം കോയിൻ ഫ്രീ വാച്ച് ആഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് അവിടെ. അത് ടച്ച് ചെയ്യുക. അപ്പോഴത്തേക്ക് ഒരു 30 സെക്കൻഡുള്ളൊരു ആഡ് നിങ്ങൾ കാണേണ്ടി വരും. വരെ ഫുൾ ആഡ് വാച്ച് ചെയ്തതിന് ശേഷം ആ ഇൻറ്റ് കൊടുക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കാണാം റിസീവ്ഡ് ഇൻ 15 കോയിൻസ് എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. 165 കോയിൻ നമുക്കിപ്പോൾ ആയിട്ടുണ്ട്. മച്ചന്മാരെ, ഒരു ആഡ് കണ്ടതിന് ശേഷം പിന്നെ 30 സെക്കൻഡ്, 6 സെക്കൻഡ്, 5 സെക്കൻഡ് അത്രയും സെക്കൻഡുകൾ കഴിഞ്ഞിട്ട് അടുത്തൊരു ആഡ് കാണാൻ പറ്റുള്ളൂ. നിങ്ങൾ ഈ ആഡ് കാണുന്നതനുസരിച്ച് നിങ്ങൾക്ക് ഇവിടെ കോയിൻസ് കയറുന്നതാണ്. വരെ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. 125 കോയിൻ ആയിട്ടുണ്ട്. അപ്പോൾ ഫോളോവേഴ്സ് ബൂസ്റ്റർ എന്ന് പറയുന്നത് നമ്മൾ ഓപ്പൺ ചെയ്തു. അപ്പോഴത്തേക്ക് നമുക്ക് നോക്കാം. 10 ഫോളോവേഴ്സിന് നമുക്ക് വേണ്ടി വരുന്നത് 130 കോയിനും 50 ഫോളോവേഴ്സിന് 650 കോയിനും ഒക്കെയാണ് നമുക്ക് വരുന്നത്. അടുത്ത് നമുക്ക് വരുന്നത് റീൽ ലൈക്ക് ബൂസ്റ്ററാണ്. നമുക്ക് നോക്കാം. 20 ലൈക്കിന് 20 കോയിന്. ഇടയ്ക്കിടയ്ക്ക് ഓരോരോ ആഡ് വരും കേട്ടോ. നമ്മളത് ക്ലോസ് ചെയ്തു. ഓക്കെ, അപ്പോൾ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. 500 ലൈക്കിന് 500 കോയിനാണ് വരുന്നത്. 1000 ലൈക്കിന് 1000 കോയിനാണ് വരുന്നത്. 50 ലൈക്കിന് 50 കോയിനാണ് വരുന്നത്. പിന്നെ 10,000 ലൈക്കിന് 10,000 കോയിനാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ബാക്ക് ഇറങ്ങിയിട്ട് നമുക്ക് പോസ്റ്റ് ലൈക്ക് ബൂസ്റ്റർ നോക്കാം. 100 ലൈക്കിന് 100 കോയിനാണ് വരുന്നത്. 500 ലൈക്കിന് 500 കോയിനാണ് വരുന്നത്. 1000 ലൈക്കിന് 1000 കോയിനാണ് വരുന്നത്. 10,000 ലൈക്കിന് 10,000 കോയിനാണ് വരുന്നത്. ഓക്കെ, ബാക്ക് ഇറങ്ങാം. ഓക്കെ, അടുത്ത് വരുന്ന റീൽ വ്യൂ ബൂസ്റ്ററാണ്. അതിൽ 1000 വ്യൂവേഴ്സിന് വരുന്നത് 2000 കോയിൻസാണ്. 500-ന് വരുന്നത് 1000. ആ ഒരു പാറ്റേണിലാണ് ഇത് വരുന്നത്. നിങ്ങൾക്ക് പറഞ്ഞു തന്നതാണ്. ഓരോന്ന് ഓപ്പൺ ചെയ്ത് പറഞ്ഞു തന്നതാണ്. ഓക്കെ, അത് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും. മച്ചന്മാരെ, ഒന്നുകൂടെ ബാക്ക് ഇറങ്ങിയിട്ട് ഞാൻ ഒരു പ്രാവശ്യം കൂടെ ആഡ് കാണാൻ തീരുമാനിച്ചു. അങ്ങനെ ഞാൻ ഒരു പ്രാവശ്യം കൂടെ ആഡ് കാണുകയാണ്. ഈ ആഡ് കണ്ടു കഴിഞ്ഞു. അപ്പം 165 എന്നുള്ളത് 180 ആയിട്ടുണ്ട്. 15 കോയിൻ എനിക്കിപ്പോൾ കിട്ടിയിട്ടുണ്ട്. ആപ്ലിക്കേഷൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഇങ്ങനെയാണ്. എത്രത്തോളം ആഡ് കാണുന്നു അതിനനുസരിച്ച് അവർ നമുക്ക് കോയിൻ തരും. അത് വെച്ചിട്ട് നമുക്ക് റീലിൻ്റെ ലൈക്കും വ്യൂവേഴ്സും ഫോളോവേഴ്സും എല്ലാം കൂട്ടാൻ പറ്റുന്നതാണ്. നമുക്കിപ്പോൾ ചെക്ക് ചെയ്ത് നോക്കാം. ഈ ഒരു പോസ്റ്റിനാണ് നമ്മൾ ലൈക്ക് കൂട്ടാൻ പോകുന്നത്. 98 ലൈക്ക് ഉണ്ട്. ഇപ്പോൾ നമ്മൾ കോപ്പി ചെയ്യുന്നു. കോപ്പി ചെയ്തതിന് ശേഷം നമ്മൾ ഈ ആപ്ലിക്കേഷനിലോട്ട് വരുന്നു. അതിനുശേഷം നമുക്ക് പോസ്റ്റ് ലൈക്ക് ബൂസ്റ്റർ കൊടുക്കാം. നമ്മളത് ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്കിവിടെ പേസ്റ്റ് ചെയ്യാം. പോസ്റ്റിൻ്റെ ലിങ്ക് പേസ്റ്റ് ചെയ്യുന്നു. പേസ്റ്റ് ചെയ്ത് നമ്മൾ ഗെറ്റ് സർവീസ് കൊടുക്കുന്നു. അപ്പോഴത്തേക്ക് 30 മിനിറ്റാണ് നമുക്ക് കാണിച്ചേക്കുന്നത്. 30 മിനിറ്റിനകത്ത് നമുക്ക് ആ പോസ്റ്റ് ലൈക്ക് കയറുന്നതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ എൻ്റെ ടൂട്സ് ട്രിവിയൻ എന്നുള്ള അക്കൗണ്ട് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. അതേമാതിരി കുറച്ച് സമയം കഴിഞ്ഞിട്ട് നമുക്ക് പോസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം. 39 ലൈക്ക് ഇത് ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ ആയിട്ടുണ്ട്. നമുക്ക് നോക്കാം. 136 ലൈക്ക് നമുക്കിപ്പോൾ ആയിട്ടുണ്ട്. 98 ലൈക്ക് നമുക്ക് ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ 136 ലൈക്ക്, 137 ലൈക്ക് ആയിട്ടുണ്ട്. ഇതിങ്ങനെ കൂടിക്കൊണ്ടിരിക്കും ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ നിങ്ങൾ സമയമുള്ളപ്പോൾ കയറി ആഡ് കണ്ട് നിങ്ങൾക്ക് ഇത് ചെയ്യാവുന്നതാണ്. പ്ലേ സ്റ്റോറിൽ നിന്നുള്ള ആപ്ലിക്കേഷൻ ആയതുകൊണ്ട് തന്നെ 100% സേഫാണ്. മച്ചന്മാരെ, ഇതുപോലെ നിങ്ങൾക്ക് ആഡ് കണ്ടിട്ട് ഫോളോവേഴ്സ് കൂട്ടാനും ലൈക്ക് കൂട്ടാനും ഒക്കെ പറ്റുന്നതാണ്. റീൽസിൻ്റെ വ്യൂസ് കൂട്ടാനും ഒക്കെ പറ്റുന്നതാണ്. പ്ലേ സ്റ്റോറിലെ ആപ്ലിക്കേഷൻ ആയതുകൊണ്ട് തന്നെ 100% സേഫാണ്. നിങ്ങളുടെ മെയിൻ അക്കൗണ്ടിൻ്റെ പാസ്വേഡോ ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല. പുതിയൊരു ഫേക്ക് അക്കൗണ്ട് തുടങ്ങേണ്ട കാര്യമില്ല. എൻ്റെ മെയിൻ അക്കൗണ്ടിൽ നിന്നാണ് നിങ്ങൾക്ക് ഇത് കാണിച്ചു തന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ എൻ്റെ അക്കൗണ്ട് ചെക്ക് ചെയ്ത് നോക്കാം. ടൂട്സ് ട്രിവിയൻ എന്നാണ് എൻ്റെ അക്കൗണ്ടിൻ്റെ പേര്. നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം പോസ്റ്റിൽ ലൈക്ക് കയറിയിട്ടുണ്ടോ ഇല്ലയോ എന്ന്. മച്ചന്മാരെ, വീഡിയോ എല്ലാവരും കണ്ടെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഇതിനിടയിൽ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. വളഞ്ഞ വഴി ഒരിക്കലും നമുക്ക് ജെന്യുയിനായിട്ടുള്ളൊരു കാര്യമല്ല. ഇൻസ്റ്റാഗ്രാമിൽ അത് ബാധിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബാധിക്കും. എല്ലാവരും സേഫായിട്ടും സെക്യൂർഡായിട്ടുള്ളൊരു കാര്യമായിട്ടാണ് ഞാൻ നിങ്ങൾക്ക് കൊണ്ടുവന്നത്. ഞാൻ പ്ലേ സ്റ്റോറിലുള്ള ഒരു ആപ്ലിക്കേഷൻ ആയതുകൊണ്ട് തന്നെയാണ് ഞാനിത് കൊണ്ടുവന്നത്. പിന്നെ ഇതിൽ നമ്മൾ അക്കൗണ്ടിൻ്റെ പാസ്വേഡോ ഡീറ്റെയിൽസോ ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല. ഈ പോസ്റ്റിൻ്റെ ആയാലും അക്കൗണ്ടിൻ്റെ ആയാലും ലിങ്ക് പേസ്റ്റ് ചെയ്ത് നമുക്ക് അതിൽ നിന്ന് എൻ ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. എല്ലാവരും നോക്കുമ്പോൾ കാണിക്കാം നമുക്ക് ഇത്ര റീച്ചുണ്ട്, ഇത്ര ഫോളോവേഴ്സ് ഉണ്ട് എന്നെല്ലാം കാണിക്കാം. പക്ഷേ നമ്മൾ വേറൊരു കാര്യം ചിന്തിക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജെന്യുയിനായിട്ടുള്ള കാര്യങ്ങൾ ഇല്ലെങ്കിൽ ഒരു കണ്ടൻറ്റ് ബേസ് ചെയ്തിട്ടുള്ള ഒരു അക്കൗണ്ടാണ്, നിങ്ങൾ ഇടുന്ന സാധനം വെർത്താണ്, കൊള്ളാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഫോളോവേഴ്സ് വരും, റീച്ച് വരും, അക്കൗണ്ട് നിങ്ങളിപ്പോൾ എൻഗേജ്ഡ് ആയി കഴിഞ്ഞാൽ
അക്കൗണ്ട് തനിയെ ഫോളോവേഴ്സും റീച്ചും എല്ലാം വരുന്നതാണ്. പിന്നെ ഒരു ടിപ്പ് എന്നുള്ള നിലയിൽ ഞാൻ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഉപയോഗിച്ച് നോക്കുക, ഉപയോഗിക്കാൻ താല്പര്യമുള്ളവർ ഉപയോഗിച്ച് നോക്കുക. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.